എല്ലാവർക്കും ബാഷ് ഷെൽ സ്ക്രിപ്റ്റിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയൽ സീരീസിലെ ആദ്യത്തെ ചാപ്റ്ററാണിത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബാഷ് സ്ക്രിപ്റ്റിംഗ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് കെർണൽ, അതുപോലെ എന്താണ് ഷെൽ സ്ക്രിപ്റ്റിംഗ്, എന്താണ് ബാഷ് ഷെൽ, എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, നമ്മുടെ ആദ്യത്തെ ബാഷ് സ്ക്രിപ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആദ്യമായി എന്താണ് കെർണൽ എന്ന് നോക്കാം. നമ്മൾ ബാഷ് സ്ക്രിപ്റ്റിംഗ് എന്നാൽ എന്താണ് എന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഒരു ഹാർഡ്വെയർ ആണ്. നമുക്ക് കമ്പ്യൂട്ടറുമായി ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യൂസറിന് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി ഇതുപോലെ കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് വിൻഡോസ്, ലിനക്സ്, മാക്-OS. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ്, അതുപോലെ iOS തുടങ്ങിയവയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കെർണൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. കെർണൽ എന്ന് പറയുന്ന പ്രോഗ്രാം താഴെ കാണുന്ന എല്ലാ പ്രോസസ്സും മാനേജ് ചെയ്യുന്നു. ഉദാഹരണമായി ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, IO മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കെർണലാണ്. കെർണൽ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, കോർ ഭാഗമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹാർട്ട് എന്ന് നമുക്കിതിനെ വിളിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് കെർണൽ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് അത് മാനേജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷെൽ എന്നാൽ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാൽ എന്താണെന്നും അതുപോലെ കെർണൽ എന്നാൽ എന്താണെന്നും നമ്മൾ പഠിച്ചു. ഷെൽ എന്ന് പറയുന്നത് മറ്റൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് കെർണലുമായി, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ഡയറക്റ്റായി ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒന്നുകിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിക്കാം. ഇവ രണ്ടും എന്നാൽ എന്താണെന്ന് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. ഷെൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ഇൻട്രാക്ട് ചെയ്യുന്നു, അൾട്ടിമേറ്റ്ലി കെർണലുമായി ഇൻട്രാക്ട് ചെയ്യുന്നു. ഷെൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന കമാൻഡ് കെർണലിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റി അതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഇതിനൊരു ലെയറായി പറയുകയാണെങ്കിൽ കെർണൽ എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഷെൽ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. നമ്മൾ അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നർ ലെയർ ആയിട്ട് നമുക്ക് ഹാർഡ്വെയർ കാണാം. ഹാർഡ്വെയറിന് ഉദാഹരണമാണ് നമ്മൾ CPU, RAM, മെമ്മറി തുടങ്ങിയവയെല്ലാം കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് ആണ്. അതിന് മുകളിലുള്ള ലെയറാണ് കെർണൽ എന്ന് പറയുന്നത്. കെർണലാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഷെല്ലാണ്. ഷെൽ എന്ന് പറയുന്ന പ്രോഗ്രാം യൂസർ കൊടുക്കുന്ന കമാൻഡിനെ കെർണലിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് മാറ്റുന്നു. ആ ഒരു കമാൻഡ് ഉപയോഗിച്ച് കെർണൽ ഹാർഡ്വെയറുമായി ഇൻട്രാക്ട് ചെയ്യുന്നു. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. യൂസർ ഷെൽ ഉപയോഗിക്കുന്നു, ഷെൽ കെർണൽ ഉപയോഗിക്കുന്നു, കെർണൽ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആക്സസ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് കമ്പ്യൂട്ടർ ബേസിക്കലി പ്രവർത്തിക്കുന്നത്. നമുക്കിനി ഷെൽ സ്ക്രിപ്റ്റിംഗ് എന്നാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഷെല്ലിലോട്ട് എൻ്റർ ചെയ്യുന്ന കമാൻഡ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, കെർണലിലോട്ടും കൺവേർട്ട് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ കമാൻഡ് എഴുതുന്നതിന് പകരമായി നമുക്കൊരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന്, പ്രത്യേക ഒരു ജോലി ചെയ്യുന്നതിന് നമുക്കൊരു ചെറിയ പ്രോഗ്രാം എഴുതി ഒന്നിൽ കൂടുതൽ കമാൻഡ്സ് എഴുതിയിട്ടുള്ള ഒരു ഫയലായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ആ ഒരു ടാസ്ക് ചെയ്യുന്നതിന് ആ ഫയൽ മാത്രം റൺ ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദാഹരണമായി ഒരു C പ്രോഗ്രാമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഫയലിനുള്ളിൽ ഒരുപാട് കമാൻഡ്സ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ കമാൻഡ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ അവസാന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഷെൽ എന്നാൽ എന്താണെന്നും ഷെൽ സ്ക്രിപ്റ്റിംഗ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാഷ് എന്നാൽ എന്താണെന്ന് നോക്കാം. ബാഷ് എന്ന് പറയുന്നത് ഒരു ഷെൽ പ്രോഗ്രാമാണ്. നമ്മൾ നേരത്തെ ഷെൽ എന്നാൽ എന്താണെന്ന് പഠിച്ചിരുന്നു. ആ ഒരു ഷെൽ പ്രോഗ്രാമാണ് ബാഷ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ഷെൽ പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊരു ഷെൽ പ്രോഗ്രാമാണ് ബാഷ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ലിനക്സ്, മാക്-OS അഥവാ യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ബാഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു ഫയലിൽ സേവ് ചെയ്ത് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ബാഷ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഒരു പ്രത്യേകം ബാഷ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്ത് അത് റൺ ചെയ്യാൻ, ഫയലിൽ സേവ് ചെയ്ത് അത് റൺ ചെയ്യാൻ സാധിക്കും. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഡീഫാൾട്ട് ഷെല്ലാണ് ബാഷ് എന്ന് പറയുന്നത്. ഒരുപാട് ഷെല്ലുകൾ അവൈലബിൾ ആണ്. അതിൽ ലിനക്സിൻ്റെ ഒരു ഡീഫാൾട്ട് ഷെല്ലാണ് ബാഷ് എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ബോൺ അഗൈൻ ഷെല്ലാണ് ബാഷ്. ബോൺ ഷെൽ എന്ന് പറയുന്ന ഒരു ഷെല്ലുണ്ടായിരുന്നു. അതാണ് ആദ്യമായി ക്രിയേറ്റ് ചെയ്ത യുണിക്സ് ഷെൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇംപ്രൂവ് ചെയ്ത വേർഷനാണ് ബാഷ് എന്ന് പറയുന്നത്. ഈ ബാഷിനെ കൂടാതെ തന്നെ നമുക്ക് മറ്റൊരുപാട് ഷെല്ലുകളും അവൈലബിൾ ആണ്. C ഷെൽ, അതുപോലെ കോൺ ഷെൽ, Z ഷെൽ തുടങ്ങിയ ഒരുപാട് ഷെല്ലുകൾ നമുക്ക് അവൈലബിൾ ആണ്.
ബാഷ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോ നമുക്ക് റിപ്പീറ്റേറ്റീവ് ടാസ്ക്, നമ്മൾ എന്നും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലി, ഏതെങ്കിലും ഒരു ടാസ്ക്, നമ്മൾ കമ്പ്യൂട്ടറിൽ എന്നും ചെയ്യുന്ന ഒരു ടാസ്ക് നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലി ചെയ്യുന്നതിനുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ, ഒരു ഫയലിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് അത് ചെയ്യുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതായിരിക്കും. സോ അതുപോലെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കമാൻഡ്സ് നമുക്ക് ഒറ്റ കമാൻഡായി റൺ ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഒരു ഫയലിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ റൺ ചെയ്താൽ അതെല്ലാം റൺ ആവുന്നതായിരിക്കും. അതുപോലെ ഒരു ഹാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് എത്തിക്കൽ ഹാക്കിങ്ങിനും പെൻ ടെസ്റ്റിങ്ങിനും ഇത് ഉപയോഗിച്ച് നമുക്ക് ടൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാഷ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. സോ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ബാഷ് സ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് Part-1 എന്ന് പറയുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ macOS ഉപയോഗിക്കാം. സോ വിൻഡോസ് 10ലും 11ലും നമുക്ക് ബാഷ് ഉപയോഗിക്കാൻ സാധിക്കും. സോ അതിൻ്റെ സെറ്റപ്പ് ഞാനിവിടെ കാണിക്കുന്നില്ല, ഇതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്കൊന്നുകിൽ ഏതെങ്കിലും ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാം, അല്ലെങ്കിൽ macOS ഉപയോഗിക്കാം. സോ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യത്തെ ബാഷ് സ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ഏതെങ്കിലും ഒരു ലിനക്സ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം, ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഉപയോഗിക്കാം. സോ നമുക്ക് ഉബുണ്ടു ഉപയോഗിക്കാം, കാലി ലിനക്സ് ഉപയോഗിക്കാം, Part-1 ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് Part-1 ആണ്. സോ എല്ലാം ഒരേ സെയിം രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസും ഉണ്ട്, അതുപോലെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസും ഉണ്ട്. സോ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ടെർമിനൽ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതുപോലെ ടെർമിനൽ ആയിരിക്കും ലഭിക്കുക. സോ ഇതുവഴിയാണ് നമ്മൾ കമാൻഡ് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ബാഷ് സ്ക്രിപ്റ്റ് എഴുതുന്നതും ഈ ഒരു രീതിയിലാണ്. സോ ഈ GUI, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. സോ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫയലിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ന്യൂ ഫോൾഡർ, ക്രിയേറ്റ് ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫോൾഡർ വരുന്നതായിരിക്കും. ഞാനിതിനിവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇതാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. നമുക്ക് ഈ ഡെസ്ക്ടോപ്പിലേക്ക് പോകേണ്ടതുണ്ട്. സോ നമ്മൾ അതിന് CD ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്, CD ഡെസ്ക്ടോപ്പ്. സോ ഇപ്പോൾ നമ്മളുള്ളത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്, അല്ലെങ്കിൽ ഡയറക്ടറിയിലാണ്. സോ നിങ്ങൾക്ക് ഈ CDയും നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന കമാൻഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. ലിനക്സ് കമാൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്കൊരു പുതിയ ഫോൾഡർ നമുക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വഴി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ MKDIR, നമ്മളിതിന് test1 എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ test1 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ test1 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ലഭിക്കുന്നു. സോ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. സോ GUI ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. സോ കമാൻഡ് ലൈൻ ആണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് കമാൻഡ് ആയിരിക്കും. നമുക്ക് തൽക്കാലം ഈ ഫോൾഡർ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. സോ നമ്മൾ ഇനി കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വഴിയാണ് നമ്മൾ നമ്മുടെ കമാൻഡുകൾ എൻ്റർ ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ കെർണലുമായി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ചെയ്യുന്ന കമാൻഡുകളൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ നമുക്കൊരു കമാൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ ലഭിക്കുന്നതെന്ന് നോക്കാം. സോ ഉദാഹരണമായി നമ്മൾ PWD, ഈ കമാൻഡൊക്കെ നമ്മൾ കമാൻഡ് ലൈൻ ട്യൂട്ടോറിയൽ പഠിച്ചതാണ്. സോ നമ്മൾ ഏത് ഫോൾഡറിലാണോ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് കാണിക്കുന്നു. സോ PWD എന്ന് കൊടുത്ത കമാൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോൾഡറിലാണ്, ഏത് ഡയറക്ടറിയിലാണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ അതുപോലെ ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ MKDIR തുടങ്ങിയ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. സോ ഉദാഹരണമായി നമ്മളിവിടെ എക്കോ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹലോ വേൾഡ് നമുക്കിവിടെ പ്രിന്റ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ നമ്മൾ കമാൻഡുകൾ റൺ ചെയ്യുന്നത്. സോ നമുക്കിവിടെ എല്ലാ സമയത്തും ഉദാഹരണമായി നമ്മളിവിടെ എക്കോ ഹലോ വേൾഡ് എന്ന് നമുക്ക് എല്ലാ സമയത്തും ഇതുപോലെ ഈ ഒരു ഹലോ വേൾഡ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ഇതുപോലെ വന്ന് കോഡ് എഴുതേണ്ടി വരും. സോ ഇതിന് പകരമായി നമ്മൾ എഴുതുന്ന ഒരു കമാൻഡിനെ നമുക്കൊരു ഫയലിലോട്ട് സേവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച പോലെ അതിനെയാണ് നമ്മൾ ബാഷ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളിവിടെ വിച്ച് ബാഷ് എന്ന് കൊടുക്കുക. വിച്ച് ബാഷ്. സോ നമ്മുടെ ബാഷ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ബാഷ് ഇന്റർപ്രിറ്റർ ഏത് ഫോൾഡറിലാണോ ഉള്ളത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ യൂസർ ബിൻ ബാഷ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. സോ നമ്മളത് തൽക്കാലം ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യത്തെ സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ നാനോ എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നാനോ. സോ നമ്മൾ ഫയലിന്റെ പേര് നമ്മൾ file.sh എന്ന് കൊടുക്കുന്നു. .sh എന്ന് പറയുന്നതാണ് ബാഷ് സ്ക്രിപ്റ്റിംഗിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എൻ്റർ ചെയ്യുന്നു. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു നാനോ എഡിറ്റർ ഓപ്പൺ ആയി വരും. ഓക്കെ, സോ ഇതിൽ നമുക്ക് നമ്മുടെ കോഡ് എഴുതാം. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു സംഭവം നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. യൂസർ ബിൻ ബാഷ്.
സോ അതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഹാഷ് ടാഗ്. ഓക്കെ, ഒരു ഹാഷ് ടാഗ്, അതിനുശേഷം ഒരു എക്സ്ക്ലമേഷൻ സൈൻ. ഇത് ആദ്യം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് കൊടുത്താൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവുകയുള്ളൂ ഏതൊരു പ്രോഗ്രാമാണ് ഈ ഫയൽ റൺ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. സോ ഇതിനെ നമുക്ക് ഷീബാങ് എന്ന് വിളിക്കാം. നമ്മൾ ഇതിൽ പറയുകയാണ്, നമ്മൾ യൂസറിൽ ബിന്നിൽ ബാഷ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ പൈത്തോൺ സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിവിടെ പൈത്തോൺ എന്നായിരിക്കും കൊടുക്കുക. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ എക്കോ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഹലോ വേൾഡ്. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സോ Ctrl+X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. സോ നമ്മൾ യെസ് എന്ന് Y എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു ടെർമിനലിൽ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഇനി LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ LS-L എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡറിൽ ഇപ്പോഴുള്ള ഫയലുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ഈ file.sh ഇവിടെ വന്നു കഴിഞ്ഞാൽ RW എന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഫയൽ ഇപ്പോൾ എക്സിക്യൂട്ടബിൾ അല്ല. എക്സിക്യൂട്ടബിൾ ആയ ഫയൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയലാക്കി മാറ്റുന്നതിന് നമുക്കിതിനെ chmod a+x ശേഷം ഫയൽ നെയിം file.sh എന്ന് കൊടുക്കുക. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ X എന്ന് പറയുന്ന ഒരു സൈൻ കൂടി വരുന്നതായിരിക്കും. സോ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ എക്സിക്യൂട്ടബിൾ ഫയലായിരിക്കും. സോ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ls-l നമ്മുടെ ഫയൽ ലിസ്റ്റ് ചെയ്ത് നോക്കാം. ls-l. സോ നമുക്കിവിടെ RWX എന്ന് കാണാൻ സാധിക്കും. റീഡ് റൈറ്റ് എക്സ് എന്നാണ്. X എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിക്യൂട്ടബിൾ. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തൽക്കാലം ഇത് ക്ലിയർ ചെയ്യാം. ക്ലിയർ. സോ നമ്മളിവിടെ .// നമ്മുടെ ഫയൽ നെയിം നമ്മൾ file.sh എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എല്ലാ സമയത്തും നമുക്കിവിടെ കോഡ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഫയലിൽ എന്ത് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏത് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഏത് കമാൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഇതുപോലെ റൺ ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമുക്ക് ഈ file.sh നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് റൺ ചെയ്യണോ ഡിസ്പ്ലേ ചെയ്യണോ എന്ന് ചോദിക്കും. സോ നമ്മൾ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ഡിഫാൾട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്ററിൽ അത് ഓപ്പൺ ആവുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ജസ്റ്റ് ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തി നമുക്ക് ഇവിടെ ടെർമിനലിൽ റൺ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഹലോ വേൾഡ് എന്നതിന് കൊടുത്തതിന് താഴെ വന്നതിന് ശേഷം ഞാനിവിടെ മറ്റൊരു കമാൻഡ് സ്ലീപ്പ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് നമ്മൾ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സെക്കൻഡ് നമുക്കൊരു ഇടവേള ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അത്രയും സമയത്തേക്ക് അത് സ്ലീപ്പ് ആവുന്നതായിരിക്കും. നമുക്ക് 2 സെക്കൻഡ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ എക്കോ വെൽക്കം ടു എക്സ്റ്റെക് മീഡിയ. പിന്നെ നമുക്ക് മറ്റൊരു സ്ലീപ്പ് ഒരു 3 കൊടുക്കാം. 3 സെക്കൻഡിന് ശേഷം നമ്മൾ എക്കോ എന്ന് പറയുന്ന അടുത്ത കമാൻഡ്. സോ നമ്മൾ ഇതിനുള്ളിൽ ലേൺ ബാഷ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇത് റൺ ചെയ്യുന്നു. പക്ഷെ നമ്മളത് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്കിത് റൺ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം .file.sh എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഹലോ വേൾഡ് ലഭിക്കുന്നതായിരിക്കും. 2 സെക്കൻഡിന് ശേഷം വെൽക്കം ടു എക്സ്റ്റെക് മീഡിയ. 3 സെക്കൻഡിന് ശേഷം ലേൺ ബാഷ് സ്ക്രിപ്റ്റിംഗ്. സോ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഹലോ വേൾഡ്, വെൽക്കം ടു എക്സ്റ്റെക് മീഡിയ, ലേൺ ബാഷ് സ്ക്രിപ്റ്റിംഗ്. സോ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. സോ നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ പഠിക്കുന്നതാണ്.